ഇത് ആദ്യം മരിച്ചതിൻ്റെ അന്നത്തെ രാത്രിയിലൊക്കെ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഇതുപോലുള്ള ടോർച്ചർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. പക്ഷേ അവർക്കൊന്നും പുറത്തോട്ട് വന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. അവസാനം ഇപ്പോൾ അവർ പറഞ്ഞിരുന്ന ആദ്യയുടെ ഒരു മരണമൊഴി റൂമിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നാണ്. അതിന് എത്രത്തോളം സത്യമുണ്ടെന്ന് വസ്തുത ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞില്ല. ഈ അധ്യാപകൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇയാൾ ഇങ്ങനെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ടെന്ന് അമ്മേനെ കുറച്ച് ദിവസം മുമ്പ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോൾ അമ്മ ചോദിച്ചു പറഞ്ഞില്ല, അമ്മ ഞാനത് മെയിൻറ്റെയിൻ ചെയ്തോളാം എന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം സ്വദേശിയായ നഴ്സിംഗ് വിദ്യാർത്ഥിയായ ആദിത്യൻ ബംഗളൂരുവിൽ ജീവനൊടുക്കുന്നത്. ഇത്തരത്തിൽ ജീവനൊടുക്കാൻ ആദിത്യനെ പ്രേരിപ്പിച്ചത് എന്താണ് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. അധ്യാപകനിൽ നിന്നും ഏറ്റ അപമാനം മൂലമാണ് ഇത്തരത്തിൽ ജീവനൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ആദിത്യൻ എത്തിച്ചേർന്നത് എന്നുള്ള ഒരു ആരോപണം എല്ലാം തന്നെ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് ആദിത്യൻ്റെ ജ്യേഷ്ഠനായ ദേവൻ. ഈ അധ്യാപകനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉയർന്നു വരുന്നത്. ഈ കോളേജിലെ മറ്റ് വിദ്യാർത്ഥികൾ ആരെങ്കിലും വിളിക്കുകയോ സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തു? ഇത് ആദ്യം മരിച്ചതിൻ്റെ അന്നത്തെ രാത്രിയിലൊക്കെ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു പോസ്റ്റിൻ്റെ ഇടയിൽ എൻ്റെ അനിയനെന്നുള്ള കമൻറ്റ് ഞെട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയനാണ്, ആരെങ്കിലും അറിയെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് എനിക്കൊരു 10-20 വിദ്യാർത്ഥികൾ എനിക്ക് മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് അയച്ചത് എന്നെ കോൺടാക്ട് ചെയ്യാൻ നോക്കി. പക്ഷേ അവരെല്ലാവരും പറയുന്നത് ഈ പുള്ളിക്കാരൻ്റെ ഒരു അനാസ്ഥ കാരണമാണ് ആദ്യം ഇങ്ങനെ ചെയ്തതെന്നാണ്. അവർക്ക് ഇതുപോലുള്ള ടോർച്ചർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. പക്ഷേ അവർക്കൊന്നും പുറത്തോട്ട് വന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. അതുപോലെ പേടിച്ചിട്ടാണ്, മെയിൻലി പേടിച്ചിട്ട്. അവരെൻ്റെ പറഞ്ഞു വെച്ചാൽ 2 വർഷം പഠിച്ചിട്ടും ഇനി അവരെ ആയിരിക്കും അടുത്ത ഏരിയെന്നാണ് പറയുന്നത്. ഇയാളുടെ ഈ പ്രശ്നം കാരണം ഒരു കുട്ടി മുമ്പേ സൂയിസൈഡിന് ട്രൈ ചെയ്തായിരുന്നു, ഒരു 3-4 മാസം മുന്നേ. ആ കുട്ടി രക്ഷപ്പെട്ടു. ബാക്കിയുള്ള കുട്ടികൾ ഇതേ ടോർച്ചർ അനുഭവിക്കുകയാണ്. പക്ഷേ അവരൊക്കെ എങ്ങനെയാണ് എങ്ങനെ സർവൈവ് ചെയ്യുന്നുണ്ട് പറയുള്ളൂ. ഇപ്പം അധ്യാപകൻ എന്താ ഈ ടോർച്ചർ ചെയ്യുന്നത്? മെയിനായിട്ട് ഈ ഡ്രഗ്സ് കേസിൽ പെടുത്തും, നീയാണ് ഡ്രഗ് അവിടെ സെയിൽ ചെയ്യുന്നത്, അതുകൊണ്ട് നീ ആൾക്കാരെ കാണിച്ചു തരണം എന്നുള്ള രീതിയിൽ ടോർച്ചർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇതിൽ പ്രതിയാക്കുന്നു എന്നുള്ള രീതിയിൽ മാനസികമായിട്ട് തളർത്തുന്നതാണ് അവിടെയുള്ള വിദ്യാർത്ഥികളെ നിന്ന് അറിയാൻ പറ്റിയത്. എല്ലാവരുടെ അടുത്തും ഒരുപാട് ടാർഗറ്റ് ചെയ്തിട്ട് അയാളുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നതാണ് ഇയാളുടെ പതിവ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഈ അധ്യാപകൻ? അതിൻ്റെ കാരണം ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് അറിയാവുന്നുണ്ട്. പക്ഷേ അവരെ പറയാനായിട്ട് ഇവർ സമ്മതിക്കുന്നില്ല. ഇപ്പോഴും അവരെ ഇന്നലത്തെ മുതൽ അവർക്ക് അവരുടെ ഒന്നും ഒരു പ്രതികരണം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അല്ലാണ്ട് വെളിയിൽ നിന്ന് അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികൾ അവിടെ ഹോസ്റ്റലിൽ അവരുടെ ഫോൺ മേടിച്ച് വെച്ച് വയ്ക്കുകയാണ്, അവരുടെ അടുത്ത് ആരുടെ പ്രതികരിക്കില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞ് മനസ്സിലാക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അധ്യാപകൻ തന്നെയാണ് പ്രശ്നക്കാരൻ. ഞങ്ങൾ ഇപ്പോൾ അറിയാൻ പറ്റുന്നത് അധ്യാപകൻ്റെ സൈഡിൽ നിന്ന് നല്ല ഈ സന്ദീപ് പാണ്ഡെ എന്ന് പറഞ്ഞിട്ട്, പിന്നെ അവൻ്റെ അടുത്ത് മാനേജ്മെൻറ്റിലുള്ള ഹർഷൻ, പുള്ളിക്കാരൻ്റെ പേരും ഇപ്പം കേൾക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടെയാണ് നിയന്ത്രിക്കുന്നത്, ഈ കുട്ടികളെ ഇങ്ങനെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നത് എന്നാണ് അവൻ്റെ സുഹൃത്തുക്കളും അവിടെ നിന്ന് പാസ് ഔട്ടായപ്പോൾ വിദ്യാർത്ഥികൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. മരിച്ചതിന് ശേഷം കോളേജിൽ നിന്ന് ആരെങ്കിലും വന്നിരുന്നു, അധികാരികളോ മറ്റാരെങ്കിലും? ഇല്ല, എൻ്റെ അറിവിൽ ആരും വന്നിട്ടില്ല, ഇവിടെ വന്നിട്ടില്ല. അവരെന്താണെന്ന് ഒന്നും അന്വേഷിച്ചിട്ട് ഇല്ല. അന്ന് വിളിച്ചത് തന്നെയാണ്. അന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ആദ്യം നല്ലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്ന് അറിയത്തില്ല. പിന്നെ അതിൻ്റെ ഏറ്റവും വിഷമിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അവരൊരു ഫേക്ക് സ്റ്റോറിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. കാരണം അവരെ സൈഡിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് അത് ഞങ്ങളിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം അവർ പറഞ്ഞു വെച്ചാൽ അച്ഛനും അമ്മയും ഡിവോഴ്സാണ് ഇതെന്നുള്ള രീതിയിലൊക്കെയുള്ളൊരു ഫേക്ക് സ്റ്റോറി ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇല്ല. അത് ഞങ്ങൾ അങ്ങനെ ഫേക്കാണെന്ന് അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഉടനെ ഈ ഡ്രഗ് ആദ്യം ഉപയോഗിക്കുന്നുള്ള രീതിയിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്തു. എന്നിട്ട് അവസാനം ഇപ്പോൾ അവർ പറഞ്ഞിരുന്ന ആദ്യയുടെ ഒരു മരണമൊഴി റൂമിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നാണ്. അതിന് എത്രത്തോളം സത്യമുണ്ടെന്ന് വസ്തുത ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇപ്പം അങ്ങനെ രീതിയില്ല, ഞങ്ങൾക്ക് അത് തെളിയിക്കാൻ ഞങ്ങളിൽ വേറെ വഴിയില്ല. ഇപ്പം പേടിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ അടുത്ത സ്റ്റോറി ഉണ്ടാക്കും, അതും വില പോയില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത് എന്താ അവർ പറയുന്നതെന്ന് അറിയുന്നില്ല. അവർ പറയുന്നതാണല്ലോ പുറത്തറിയുന്നത്. മാനേജ്മെൻറ്റ് കുട്ടികളെ സംസാരിക്കാൻ അവർ സമ്മതിക്കുന്നില്ല. ആദ്യത്തെ മരണത്തിന് വരണമെന്ന് പറഞ്ഞ കുട്ടികളെ പോലും വരാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞ് എന്നെ രാത്രിയിലും വിളിച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർ മെസ്സേജ് അയക്കുക വിളിക്കുന്നില്ല, ഞങ്ങൾക്ക് വരണമെന്നുണ്ട്, പക്ഷേ ഞങ്ങളെ വരാൻ വേണ്ടി സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിയിൽ. ഈ അടുത്ത ദിവസത്തെങ്ങാനും ആദിത്യൻ വിളിച്ചിരുന്നു, ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു? അല്ല, എൻ്റെ അടുത്ത് ഈ കാര്യം പേഴ്സണലായിട്ട് പറഞ്ഞില്ല. പക്ഷേ ഈ വിഷു സമയത്ത് ലീവിന് വന്നപ്പോൾ ഞാൻ അവൻ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഫംഗ്ഷന് പങ്കെടുക്കുന്നത് ആ സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെ റാഗിങ്ങിൻ്റെ കാര്യമൊക്കെ ഞാൻ ചോദിച്ചു. നമ്മളിപ്പോൾ ഡെയിലി കാണുന്നതാണ് ന്യൂസിലൊക്കെ ഓരോ കുട്ടികൾക്ക് ഇങ്ങനെ അപകടം പറ്റുന്നു. അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ ചോദിച്ചോളാം, എന്തെങ്കിലും റാഗിങ് എന്തെങ്കിലും ഉണ്ടോ? പക്ഷേ ഞങ്ങളിങ്ങനെ ഒരിക്കലും ഒരു അധ്യാപന സൈഡിൽ ഇങ്ങനെ വരുന്നതെന്ന് ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഇന്ന് ഇതിൻ്റെ അതിന് സംഭവിച്ചതുപോലെ വരുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ അവൻ്റെ ചോദിച്ചപ്പോൾ എല്ലാവരും റാഗിങ്ങിൻ്റെ ഒരു പ്രശ്നമൊന്നുമില്ല, സീനിയേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഒരു പ്രശ്നമൊന്നുമില്ല. അവൻ അങ്ങനെ അവിടെ ഓക്കെ ആയിരുന്നു. റാഗിൻ്റെ കാര്യം ഒന്നും എൻ്റെ അടുത്ത് സൂചിപ്പിച്ചു. പക്ഷേ അതിൽ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അധ്യാപകൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇയാൾ ഇങ്ങനെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ടെന്ന് അമ്മേനെ കുറച്ച് ദിവസം മുമ്പ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോൾ അമ്മ ചോദിച്ചു പറഞ്ഞില്ല, അമ്മ ഞാനത് മെയിൻറ്റെയിൻ ചെയ്തോളാം എന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ. ക്ലാസ് മുറിയിൽ വെച്ച് വളരെ വലിയ രീതിയിലുള്ള അപമാനം നേരിടേണ്ടി വന്നിരുന്നു. തീർച്ചയായിട്ടും. അത് അങ്ങനെയാണ്. ഞാൻ എൻ്റെ അടുത്ത് അവൻ ഡയറക്റ്റ് പറഞ്ഞില്ല. പക്ഷേ ഞാൻ അവൻ്റെ കൂട്ടുകാരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ക്ലാസ് റൂമിൽ വെച്ച് ആദ്യം ടാർഗറ്റ് ചെയ്തിട്ട്
ഇപ്പോൾ എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് എണീറ്റ് നിന്നാൽ ആദ്യം അത് ആൻസർ പറയാൻ പറ്റുന്നതാണ്. പറഞ്ഞില്ലെങ്കിൽ ഉടനെ പറയും നീ അതല്ലേടാ, നീ ആ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതല്ലടാ എന്നുള്ള രീതിയിലും എല്ലാവരുടെ ഫ്രണ്ടിൽ വെച്ച് കളിയാക്കുന്നുള്ളത് അവൻ്റെ സുഹൃത്തുക്കൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പേഴ്സണലായിട്ട് പുള്ളിക്കാരൻ ഇതിൻ്റെ റൂമിനെ വിളിച്ചിട്ട് നല്ലപോലെ എന്തോ ടോർച്ചർ ചെയ്ത് അവിടെ എന്ത് സംസാരിച്ചതെന്ന് നമുക്കറിയത്തില്ല. ആദ്യം ഈ സാറുമായിട്ട് ആ സാറിൻ്റെ റൂമിൽ വിളിച്ചിട്ട് സംസാരിച്ചിരുന്നു എൻ്റെ അടുത്ത് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ എന്ത് സംസാരിച്ചതെന്ന് നമുക്കറിയത്തില്ല. അത് ആദിത്യൻ ഏറെ ഇഷ്ടപ്പെട്ടിട്ടാണോ ഈ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോയത്? തീർച്ചയായും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവൻ ഇത്രയും ദൂരം വീടും കുടുംബം എല്ലാം വിട്ടിട്ട് ഇത്രയും ദൂരം നിന്ന് അവന് നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോയിട്ട് ഫാമിലിക്ക് ഒരുപാട് കടങ്ങളുണ്ട്, ചേച്ചിക്കൊക്കെ ഒരുപാട്. അതെല്ലാം അവൻ വീട്ടിൽ വന്ന് ചേച്ചിയുടെ അടുത്ത് ഈ മരിക്കുന്നതിനും 2-3 ദിവസം മുന്നേയും വീഡിയോ കോൾ ചെയ്തോ പറഞ്ഞ് അമ്മ വിഷമിക്കേണ്ട, നമുക്കെല്ലാം ശരിയാക്കാം, നമ്മളെ കടങ്ങളെല്ലാം ഞാൻ തന്നെ റെഡി ആയിക്കോളാം എന്നുള്ള രീതിയിൽ സംസാരിച്ചതായിരുന്നു അവസാനമായിട്ട്. അപ്പോൾ ഇത് തീരെ പറ്റാതെ ചെയ്യുന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അവൻ അങ്ങനെ ഒരു സൂയിസൈഡിലോട്ട് ചിന്തിക്കുന്ന ഒരു കുട്ടിയല്ല. ഞങ്ങൾക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് അത് എല്ലാവർക്കും അറിയാമെന്നുള്ളത്, അവരെ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും പറയുന്നത്. അത് ഒരിക്കലും അങ്ങനെ സ്വയം ഇഷ്ടപ്രകാരം ഞാനിങ്ങനെ ജീവൻ നശിപ്പിക്കാമെന്ന് ഒരിക്കലും വിചാരിക്കുന്ന ഒരാളല്ലായിരുന്നു. അവന് മാനസിക സമ്മർദ്ദം ഒട്ടും സഹിക്കാൻ വയ്യാണ്ടെന്ന് വെച്ചാൽ നിലനിൽപ്പില്ലാണ്ട് ചെയ്തതാണ്. നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു. അവന് ക്ലാസ് റെപ്പായിരുന്നു, സെക്കൻഡ് ഇയർ BSc ക്ലാസ് റെപ്പായിരുന്നു. ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ അവൻ എല്ലാ വിഷയത്തിനും പാസ്സായെന്ന് അവിടുത്തെ അവൻ്റെ ക്ലാസ്സിലെ ടീച്ചറും പ്രിൻസിപ്പൾ എന്നെയാണ് കോൺടാക്ട് ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവൻ എല്ലാ സബ്ജക്റ്റിനും പാസ്സായിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ടാണ് അവനെ ക്ലാസ് റെപ്പാക്കിയെന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഠിത്തം എങ്ങനെയാണ്? പിന്നെ വല്ല ലോണോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടാണ്? ഒരുപാട് കടങ്ങൾ മേടിച്ചിട്ടാണ് ഞങ്ങൾ അവനെ ആ ഒരു ഇതിലോട്ട് എത്തിച്ചത്. ഇപ്പോഴും ആ കടങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇനി അവനില്ല എന്തായാലും. ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുടെ ഇടയിലാണ് അവൻ്റെ ആഗ്രഹപ്രകാരമാണ് അവന് പഠിക്കാൻ വേണ്ടി വിട്ടത്. മനസ്സിലായി, അവന് നഴ്സിംഗ് പഠിക്കണമെന്നുണ്ടായിരുന്നു, നല്ലൊരു ആൾക്കാരെ സംരക്ഷിക്കണമെന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇല്ലാത്ത പൈസ ചിലവാക്കിയാണ് ഇത്രയും കടങ്ങൾ മേടിച്ചിട്ട് ഞങ്ങൾ അവനെ അതിലോട്ട് വിട്ടത്, അവൻ്റെ ആഗ്രഹം നടത്താൻ വേണ്ടിയിട്ട്. പക്ഷേ അവസാനം ഇപ്പോൾ ഇങ്ങനെയായി. അതായത് ജോലിയൊക്കെ നേടിയതിന് ശേഷം ഈ കടങ്ങളൊക്കെ തീർക്കാമെന്ന് ആദിത്യം അവസാനം അവൻ്റെ അമ്മേനെ വീഡിയോ കോൾ ചെയ്തത് മരിക്കുന്നതിന് 2 ദിവസം മുന്നെയാണ്. അപ്പോഴും ആദിത്യം പറഞ്ഞതാണ്, അമ്മ വിഷമിക്കേണ്ട, നമുക്ക് കടങ്ങളെല്ലാം നമുക്ക് ശരിയാക്കാം, ഞാൻ ജോലി മേടിച്ച് അവന് പഠിച്ചിട്ട് പുറത്ത് പോകുന്നതാണ് ആഗ്രഹം. പുറത്ത് പോയിട്ട് കാശ് സംഭവിച്ച് അമ്മയുടെ അച്ഛൻ്റെ കടങ്ങളൊക്കെ വീട്ടണം, നല്ലൊരു വീട് വെക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം എപ്പോഴും പറയുന്നു. വീട് വെച്ച് സെറ്റിൽ ആവണം എന്നുള്ള രീതിയിൽ എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ അതൊന്നും അവസാനം നടത്താൻ പറ്റിയില്ല. അതുകൊണ്ട് ബാക്കിയായിട്ടാണ് അവൻ പോയത്. കോളേജ് DK ശിവകുമാറിൻ്റെ ബന്ധുവിൻ്റേതാണ് എന്ന് പറയുന്നു. നിങ്ങൾ കേസ് കൊടുത്തോ നീതി ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്? കാരണം ഇത്രയും ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള ആൾക്കാരുടെ കോളേജ്. സത്യത്തിൽ അങ്ങനെ ഞങ്ങൾക്കൊരു ആ ഒരു മാനസിക വിഷമമുണ്ട്. കാരണം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നീതി കിട്ടുന്നതിന് നീതിക്ക് വേണ്ടി ഞങ്ങളെ കഴിയുന്ന എല്ലാം ചെയ്യുന്നു. പക്ഷേ ഒരു പ്രതീക്ഷയില്ല. കാരണം രാഷ്ട്രീയ ഇടപെടലാണല്ലോ, അറിയാമല്ലോ, പ്രത്യേകിച്ച് കർണാടക പോലെയുള്ള സ്ഥലങ്ങളിൽ. ഇവൻ്റെ കൂട്ടുകാർ തന്നെ കോൺടാക്ട് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ നീതിയൊന്നും പ്രതീക്ഷിക്കരുത്, കാരണം അവിടെ അങ്ങനെയാണ്. എന്ത് നടന്നാലും അവിടുത്തെ ആ മാനേജ്മെൻറ്റ് പറയുന്നത്, ആ രാഷ്ട്രീയ പാർട്ടി പറയുന്നത് മാത്രമാണ് പുറത്തറിയുന്നത്. അല്ലാണ്ട് അവിടെ വേറെ ഒന്നും ഇല്ലെന്നാണ് അവർ തന്നെ ഞങ്ങളടുത്ത് പറഞ്ഞത്. ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ള വേറെ ഒന്നുമില്ല. ഇപ്പോൾ ആദ്യത്തിന് ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ടല്ലോ, ഓരോ അപകടം സംഭവിച്ചതിന് ശേഷം ഹാഷ്ടാഗുകൾ മാറിക്കൊണ്ടിരിക്കും. ജസ്റ്റിസ് ഫോർ അടുത്ത ആളുടെ പേര്. ഞങ്ങൾക്ക് അങ്ങനെയല്ല, ജസ്റ്റിസ് ഫോർ ആദ്യത്തിനെന്ന് ഞങ്ങൾക്ക് പറയാൻ ഇപ്പോൾ കഴിയുന്നില്ല. നമുക്ക് പറയാൻ ജസ്റ്റിസ് ഫോർ സ്റ്റുഡൻസ് അത്രേ ഉള്ളൂ. ഇനി ആദ്യം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വേറൊരു സ്റ്റുഡൻറ്റിന് സംഭവിക്കാൻ പാടില്ല. അതിപ്പോൾ എവിടെയായാലും അത് മാത്രമേ ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളൂ. എന്തായാലും ആദിത്യൻ്റെ ഏറെ നാളത്തെ ആഗ്രഹപ്രകാരമാണ് ഇത്തരത്തിൽ നഴ്സിംഗ് പഠനത്തിനായി ബംഗളൂരുവിലേക്ക് പോയത്. നിരവധി ലോണുകളെല്ലാം എടുത്ത ശേഷമാണ് ഇത്തരത്തിൽ ഈ ഒരു പഠനം പൂർത്തീകരണത്തിനായി അദ്ദേഹം ബംഗളൂരുവിലേക്ക് പോയത് എന്നാണ് ആദിത്യൻ്റെ ചേട്ടൻ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഈ പഠനത്തിനായി ചെലവഴിച്ച പണമെല്ലാം തന്നെ ഈ ജോലി കിട്ടിയതിന് ശേഷം അടച്ചു തീർക്കാമെന്നുള്ള ഒരു സ്വപ്നവുമെല്ലാം തന്നെ കൂടുകൂട്ടിയ ഒരു ചെറുപ്പക്കാരനാണ് പൊടുന്നനെ ഇത്തരത്തിൽ അപമാനം ഏറ്റുവാങ്ങേണ്ടി വരുന്നതും ഇതിനെ തുടർന്ന് ജീവനൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നതും. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.